നമശിവായ. നമസ്കാരം. ഗീത ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനകർമ്മ സന്യാസയോഗത്തിൻ്റെ 12ാം ശ്ലോകമാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവസാനമായി പറഞ്ഞു നിർത്തിയത്, ഏത് നീചമായ വഴി വേണമെങ്കിലും ഭഗവാനിലെത്താൻ നമുക്ക് സ്വീകരിക്കാമെന്നൊക്കെ ചിലർ വ്യാഖ്യാനിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അത് തെറ്റാണെന്നും ജ്ഞാനയോഗം കർമ്മയോഗം എന്നിവയാണ് ഈ രണ്ട് വഴികൾ പറഞ്ഞത് എന്ന് ആണ് നാം ചിന്തിക്കേണ്ടതെന്നുമാണ് പറഞ്ഞത്. ഈ രണ്ട് വഴികളിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിലുപരിയായി നാം ശ്രദ്ധിച്ച ശ്ലോകത്തിൽ മറ്റൊരു ദ്വയാർത്ഥ പ്രയോഗം കൂടി വ്യാസൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. യുദ്ധതാൽപര്യം നശിച്ചിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ഈ ശ്ലോകങ്ങൾ ഉപദേശിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ കൂടിയാണ്. അതെന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അല്ലയോ അർജുന, ഈ യുഗത്തിൽ ഞാൻ പരമ്പരാപ്രോക്തമായ രാജർഷികൾ സേവിക്കുന്ന കർമ്മയോഗത്തെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാഭാരതം എന്ന സാമ്രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനോട് താല്പര്യമുള്ളവരെല്ലാം എങ്ങനെ എന്നോട് സമീപിക്കുന്നുവോ അതേ രീതിയിൽ ഞാനും അവരെ സമീപിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞു വയ്ക്കുകയാണ് ഭഗവാൻ. ഷഠനോട് ശാഠ്യം എന്ന നിലയിൽ ദുര്യോധനാദികളോട് യുദ്ധത്തിൽ നിലകൊള്ളുന്നു. ധർമ്മ താല്പര്യമുള്ളവയെല്ലാം നമ്മോടൊപ്പം ചേർന്നിട്ടും നീ എന്താണ് ദുഃഖിതനായി കാണപ്പെടുന്നത്? സ്വജനപ്രേമം പറയുന്നത് ഈ ചോദ്യമാണ് ഭഗവാൻ ഭംഗ്യന്തരേണ 11ാം ശ്ലോകത്തിൽ അർജുനനോട് ചോദിച്ചത്. കർമ്മങ്ങളാൽ സിദ്ധി കൈവരുന്നു. പക്ഷേ ഓരോരുത്തരുടെയും ഗുണകർമ്മങ്ങൾ വ്യത്യസ്തമാകയാൽ അവയിൽ നിന്ന് ലഭിക്കുന്ന ഫലവും വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്ത സ്വഭാവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അങ്ങനെ അർജുനനെ ഏത് വിധേനയെങ്കിലും യുദ്ധമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. ശ്ലോകം 13. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മവിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർമ്മതാരമവ്യയം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 4 വർണ്ണങ്ങളുടെ ഭാവം ചാതുർവർണ്ണ്യത്തിൻ്റെ അഥവാ ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം തുടങ്ങിയ ധർമ്മങ്ങളെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വിഭജിച്ചത് ഞാനാണ്. ആ ഗുണകർമ്മ രൂപമനുസരിച്ചുള്ള ഭേദത്തിൻ്റെ കർത്താവും ഞാനെന്നറിയുക. ആ ഞാൻ എങ്ങനെയാണ്? വാസ്തവത്തിൽ കർത്താവല്ല, പിന്നെ എങ്ങനെ? വികാരരഹിതനാണ്. കർമ്മഫലത്തിൽ ഇച്ഛ വെച്ചിരിക്കുന്നവർ വിവിധ ദേവതകൾക്കായി യജനം ചെയ്യുന്നു. ഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അതേ അനേക ദേവതകളെ പൂജിക്കുന്നവരുമുണ്ട്. ഇക്കാര്യം ഭഗവത്ഗീതയിൽ മറ്റൊരിടത്ത് ഭഗവാൻ പറയുന്നുണ്ട്. യാന്തി ദേവവ്രത ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജിനോ അപി മാം. 9ാം അധ്യായത്തിൽ 25ാം ശ്ലോകത്തിലെ ആണ് ഭഗവാൻ അത് പറഞ്ഞിരിക്കുന്നത്. അർത്ഥം, ദേവതകളെ പൂജിക്കുന്നവർ ദേവതകളെ നേടുന്നു, പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളെയും, ഭൂതങ്ങളെ പൂജിക്കുന്നവർ ഭൂതങ്ങളെയും നേടുന്നു. പരമേശ്വരനെ പൂജിക്കുന്നവർ പരമേശ്വര ഭാവം
കൈവരിക്കുന്നു, പരമേശ്വരഭാവത്തെയും കൈവരിക്കുന്നു. ഇന്നും ഇത് തുടരുന്നു. ഉപാസകൻ തൻ്റെ ഉപാസ്യ ദേവതയ്ക്ക് സമാനനാണെന്ന് ചിന്തിക്കുന്നു. ഉപാസനാ ദേവതയെ നിങ്ങൾ നിരന്തരം ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. രാജസികവും താമസികവുമായ ഉപാസനയിലൂടെ ഉപാസകൻ രാജസികനും താമസികരുമായി തീരുന്നു. സാത്വിക ഉപാസ്യ ദേവതയെ ഉപാസിക്കുന്നവർ സത്വഗുണസമ്പന്നരും. അതിനാൽ മനുഷ്യർ തങ്ങളുടെ ഭോഗേച്ഛയ്ക്കനുസരിച്ച് വിവിധ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. നമഃശിവായ, നമോ നാരായണായ. ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ചാതുർവർണ്ണയത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് മനുഷ്യനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഉപാസന നടത്തുന്നതിനെ പറ്റിയും ഒക്കെയാണ് ഭഗവാൻ പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. ഇതിവിടെ ഈ ശ്ലോകത്തോടുകൂടി ഇത് അവസാനിക്കുന്നില്ല. അടുത്തത് നമ്മുടെ ശരീരത്തിൽ ഇതെങ്ങനെ വരുന്നു, ചാതുർവർണ്ണയത്തിൻ്റെ പ്രവർത്തനം എന്ന് നമുക്കടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഒരു പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ശിവായ നമസ്കാരം. ശുഭസുദിനം.